മാർച്ച് 12 വിശുദ്ധ സെറാഫീന. 1238 മുതൽ 1253 വരെ കാലഘട്ടം. ഇറ്റലിയിലെ ടസ്കാനിയിലെ സാൻ ജെമിനോയിയോനിൽ 1238 ഫിന ഡി സിയാഡി എന്ന പേരിൽ ജനിച്ച അവൾ 1253 മാർച്ച് 12 സ്വാഭാവിക കാരണങ്ങളാൽ 15-ാം വയസ്സിൽ മരിച്ചു. ഫിന സെറാഫീന എന്നും അറിയപ്പെടുന്നു. വിശുദ്ധ സെറാഫീനയുടെ ചരമവാർഷികവും ഓഗസ്റ്റിലെ ആദ്യ ഞായറാഴ്ചയും മാർച്ച് 12 സാൻ ഗിമിഗ്നാനോ പ്രദേശത്ത് ആഘോഷിക്കപ്പെടുന്നു. 1238 സാൻ ഗിമിഗ്നാനോയിലാണ് ഫിന ഡെ സിയാഡി ജനിച്ചത്. കാംബിയോ സിയാഡിയുടെയും ഇമ്പീരിയറയുടെയും മകളായി ഒരു എളിയ വീട്ടിലാണ് ജനനം. അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ 10 വർഷത്തെക്കുറിച്ച് വളരെ കുറച്ച് രേഖകൾ മാത്രമേ ഉള്ളൂ. അവളുടെ മരണശേഷം വിവരിച്ച ഐതിഹ്യങ്ങളിൽ നിന്നാണ് ലഭ്യമായ വിവരങ്ങൾ. കന്യകാമറിയത്തോടുള്ള ശക്തമായ ഭക്തി പ്രകടിപ്പിച്ചിരുന്ന സെറാഫീന കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാത്രമാണ് പുറത്തേക്ക് പോയതെന്നും ചില വിവരണങ്ങൾ രേഖപ്പെടുത്തുന്നു. 1248 സെറാഫീനയ്ക്ക് ഒരു ഗുരുതരമായ രോഗം പിടിപെട്ടു. അത് ക്രമേണ അവളെ തളർത്തുവാൻ തുടങ്ങി. അവളുടെ അഗാധമായ ക്രിസ്തുവിശ്വാസം അവളുടെ വേദന ഒഴിവാക്കി. അവൾ കിടക്ക നിരസിച്ചു. പകരം ഒരു മരപ്പലകയിൽ കിടക്കുവാൻ തീരുമാനിച്ചു. ഐതിഹ്യമനുസരിച്ച് നീണ്ട രോഗാവസ്ഥയിൽ അവളുടെ ശരീരം കിടക്കുന്ന മരപ്പലകയോട് ചേർന്നു. പുഴുക്കളും എലികളും അവളുടെ അഴുകിയ മാംസം ഭക്ഷിച്ചു. അസുഖത്തിനിടെ അവൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ടു. പിന്നീട് അമ്മ വീണു മരിച്ചു. അവളുടെ ദൗർഭാഗ്യങ്ങളും ദാരിദ്ര്യവും ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന് നന്ദി പറയുകയും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിനായി തൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. തൻ്റെ വായനയിൽ വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റിൻ്റെ വലിയ കഷ്ടപ്പാടുകളെക്കുറിച്ച് സെയിൻറ്റ് സെറാഫീന മനസ്സിലാക്കി. അവൻ അവളുടെ പ്രത്യേക രക്ഷാധികാരിയായി. അവൾ അവനോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. അവൻ സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളിൽ നിന്നുള്ള അറിവിനാൽ അവൾ ആത്മീയ ശക്തി ആർജിച്ചു. സെറാഫീനയുടെ ആരോഗ്യം വളരെ ദുർബലവും നിസ്സഹായവുമായിരുന്നു. അവൾക്ക് അധികകാലം ജീവിക്കാൻ കഴിയില്ലെന്ന് ചുറ്റുപാടുമുള്ളവർ, അവളുടെ നിത്യസന്ദർശകർ മനസ്സിലാക്കി. സെറാഫീനയുടെ അപാരമായ ഭക്തി സാൻ ഗിമിഗ്നാനോയിലെ എല്ലാ പൗരന്മാർക്കും ഒരു മാതൃകയായിരുന്നു. ദൈവേഷ്ടത്തിന് കീഴ്പ്പെട്ട് തളർന്നു കിടപ്പിലായ ഒരു പെൺകുട്ടിയുടെ പ്രോത്സാഹന വാക്കുകൾ സ്വീകരിച്ച് സന്ദർശകർ അത്ഭുതപ്പെട്ടു. 1253 മാർച്ച് 4 5 വർഷത്തെ രോഗത്തിനും വേദനയ്ക്ക് ശേഷം അവളുടെ നഴ്സുമാരായ ബെൽഡിയെയും ബണവെന്തൂറയും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ്സ് സെറാഫീനയുടെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ട് പ്രവചിച്ചു, മാർച്ച് 12 അവൾ മരിക്കുമെന്ന്. കഥകളിലും പെയിൻറ്റിങ്ങുകളിലും കവിതകളിലും നോട്ടറി രേഖകളിലും സെറാഫീനയുടെ അത്ഭുതങ്ങൾ പരാമർശിക്കപ്പെടുന്നു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം വിശുദ്ധ ഗ്രിഗറിയെക്കുറിച്ചുള്ള അവളുടെ ദർശനമായിരുന്നു. കാരണം അദ്ദേഹം പ്രവചിച്ചതുപോലെ വിശുദ്ധ ഗ്രിഗറിയുടെ തിരുനാൾ ദിനത്തിൽ മാർച്ച് 12 അവൾ മരിച്ചു. സെറാഫീനയുടെ മൃതദേഹം അവളുടെ മരണക്കിടക്കയിൽ കിടന്നിരുന്ന പലകയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ കാഴ്ചക്കാർ ആ മരപ്പലകയിൽ നിന്ന് വെളുത്ത വയലറ്റ് പൂക്കൾ വിരിയുന്നതും അവളുടെ വീട്ടിലുടനീളം ഒരു പുതിയ പുഷ്പസുഗന്ധം വീശുന്നതും കണ്ടറിഞ്ഞു. സാൻ ഗിമിഗ്നാനോയുടെ ചുവരുകളിൽ വയലറ്റ് പൂക്കൾ വളർന്നു. ഇന്നും അവിടെ വളരുന്നു. ഇക്കാരണത്താൽ നഗരവാസികൾ അവരെ വിശുദ്ധ സെറാഫീന വയലറ്റുകൾ എന്ന് വിളിക്കുന്നു. പെൺകുട്ടിയുടെ മൃതദേഹം പള്ളിയിൽ കൊണ്ടുവന്നു. അടക്കസമയത്ത് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, വിശുദ്ധ മരിച്ചു. ദിവസങ്ങളോളം തീർത്ഥാടകർ പള്ളിയിൽ പോയി സെറാഫീനയുടെ കല്ലറയെങ്കിൽ പ്രാർത്ഥിച്ചു. അവളുടെ മധ്യസ്ഥ ശക്തിയുടെ നിരവധി തെളിവുകൾ കിട്ടിക്കൊണ്ടിരുന്നു. ഒന്ന് അവളുടെ നഴ്സ് ബെൽഡിയ ആയിരുന്നു. രോഗാവസ്ഥയിൽ ഫിനയുടെ തലയ്ക്ക് താങ്ങ് നൽകിയ പ്രസവത്തിനു ശേഷം കൈ തളർന്ന അവൾ മൃതദേഹത്തിന് സമീപമായിരിക്കുമ്പോൾ മരിച്ച പെൺകുട്ടി ബെൽഡിയയുടെ കൈ സുഖപ്പെടുത്തി. ഐതിഹ്യങ്ങൾ പറയുന്നത് സെറാഫീനയുടെ മരണത്തിൻ്റെ കൃത്യമായ നിമിഷത്തിൽ സാൻ ഗിമിഗ്നാനോയുടെ എല്ലാ പള്ളിമണികളും ആരും തൊടാതെ മുഴങ്ങി. തുടർന്നുള്ള വർഷങ്ങളിൽ അവളുടെ കല്ലറ സന്ദർശിച്ച അനേകം രോഗികൾ സുഖം പ്രാപിച്ചു. ഇവരിൽ ചിലർ സെറാഫീനയുടെ ഏറ്റവും തീക്ഷ്ണരായ ഭക്തരിൽ ചിലരായിരുന്നു. ഒരിക്കൽ വെള്ളമെടുക്കുന്ന കുടം പൊട്ടിപ്പോയതിൽ ദുഃഖാർത്ഥയായ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് പ്രത്യക്ഷയായ സെറാഫീന പൊട്ടിയ കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് കുടം വെള്ളത്തിൽ മുക്കുവാൻ ആവശ്യപ്പെട്ടു. കുടമുയർത്തിയപ്പോൾ അത് പൂർവ്വസ്ഥിതി പ്രാപിച്ചു. അവളുടെ തിരുനാൾ ദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ചു. അന്നേ ദിനം എല്ലാവരും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ മരം വെട്ടുവാൻ പോയ ആൾക്ക് മുറിവേറ്റു. അയാൾ സെറാഫീനയോട് മാപ്പപേക്ഷിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അയാളുടെ മുറിപ്പാടുകൾ അപ്രത്യക്ഷമായതും
വിശുദ്ധീകരണ നടപടികളിലും പ്രശസ്തിയിലും വണക്കത്തിലും ഇടം പിടിച്ച സാക്ഷ്യങ്ങളാണ്. സെറാഫീന ഒരു മഠത്തിലും ചേർന്നില്ലായിരുന്നുവെങ്കിലും വീട്ടിൽ ബെനഡിക്റ്റിൻ സഭാനിയമം അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. ബെനഡിക്റ്റിൻ വൈദികരുടെ ആധ്യാത്മിക നിയന്ത്രണത്തിൽ അവൾ വിശുദ്ധിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. 1255 സെറാഫീനയുടെ നാമധേയത്തിൽ നിർമ്മിച്ച ടസ്കാനിയയിലെ ആശുപത്രിയിലെ ചാപ്പലിൽ വിശുദ്ധ സെറാഫീന 5 വർഷത്തോളം കിടന്നിരുന്ന ആ യഥാർത്ഥ ഓക്കുമരം കൊണ്ടുള്ള പലക ഒരു മേശയായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വചനം പ്രഭാഷകൻ 43 അധ്യായം 30 വാക്യം. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. വിചിന്തനം: മരണം ജീവിതക്ലേശങ്ങളുടെ അന്ത്യമാണ്. അതിനാൽ മരണമേ എൻ്റെ സഹോദരി, എനിക്ക് വാതിൽ തുറന്നു തരിക എന്ന് വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചതിൽ വിസ്മയവുമില്ല.